ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇതുവരെയുള്ള ലെക്ചേഴ്സിൽ നമ്മൾ ഓരോ നോർമൽ ഫോംസും ഒരു റിലേഷൻ ഏത് നോർമൽ ഫോമിലാണെന്ന് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്താണെന്നുള്ളതൊക്കെയായിരുന്നു നോക്കിയിരുന്നത്. ഓക്കെ, ഫസ്റ്റ് നോർമൽ ഫോം എന്താണ്, അതിനുള്ള കണ്ടീഷൻസ് എന്താണ്, അതുപോലെ സെക്കൻഡ് നോർമൽ ഫോം, അതിനുള്ള കണ്ടീഷൻസ്, തേർഡ് നോർമൽ ഫോം, BCNF, ഇതിനൊക്കെയുള്ള കണ്ടീഷൻസും, അതുപോലെ ഒരു റിലേഷൻ നമുക്ക് തന്നാൽ ആ റിലേഷൻ ഏത് നോർമൽ ഫോമിലാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ നോക്കിയത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് നമുക്കൊരു റിലേഷൻ തരികയാണ്, ഒരു പർട്ടിക്കുലർ നോർമൽ ഫോമിലുള്ള റിലേഷൻ തന്നാൽ അതിനെ വേറെ ഒരു നോർമൽ ഫോമിലേക്ക് അല്ലെങ്കിൽ ഒരു ഹയർ നോർമൽ ഫോമിലേക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ലെക്ചറിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീകോമ്പോസിഷൻ വഴിയാണ് ഒരു ടേബിളിനെ വേറൊരു ഹയർ നോർമൽ ഫോമിലേക്ക് മാറ്റുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹൗ ടു ഡീകമ്പോസ് ഗിവൺ റിലേഷൻ എന്ന് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം. ജസ്റ്റ് തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് നോക്കാം. എക്സാമിനും നമുക്ക് ക്വസ്റ്റ്യൻ തരിക മോസ്റ്റ് പ്രോബബിളി ഒരു റിലേഷൻ തന്നിട്ട് അതിനെ ഒരു ഹയർ നോർമൽ ഫോമിലേക്ക് വല്ലതും കൺവേർട്ട് ചെയ്യാനായിരിക്കും. സോ ഇവിടെ ഒരു സാമ്പിൾ റിലേഷൻ എടുത്തിട്ടുണ്ട്, ആർ. അതിൽ 5 ആട്രിബ്യൂട്ട് ഉണ്ട്, ABCDE എന്ന് പറഞ്ഞ 5 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 3 ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും തന്നിട്ടുണ്ട്. AB ഡിറ്റർമൈൻസ് C, B ഡിറ്റർമൈൻസ് D ആൻഡ് D ഡിറ്റർമൈൻസ് E എന്ന് പറഞ്ഞിട്ട്. സോ ഈ ടേബിള് ഏത് നോർമൽ ഫോമിലായിരിക്കും? ഓക്കെ, അപ്പോൾ നോർമൽ ഫോമിൽ ഏതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? കാൻഡിഡേറ്റ് കീ ഏതാണെന്ന് അറിയണം. സോ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഈ ടേബിളിൻ്റെ കാൻഡിഡേറ്റ് കീസ്, പോസിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് കീസ് കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ ടേബിൾ ഏത് നോർമൽ ഫോമിലാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കാൻ നിങ്ങൾ എക്സ്പേർട്ട് ആയിട്ടുണ്ടാവും. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ പഴയ ക്ലാസ്സിൻ്റെ വീഡിയോ ലെക്ചേഴ്സ് നോക്കിയിട്ട് കാൻഡിഡേറ്റ് കീയുടെ പാട്ട് തറവാക്കുക. കാരണം നമുക്ക് കാൻഡിഡേറ്റ് കീ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പഠിക്കാതെ നോർമൽ ഫോമിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. നോർമൽ ഫോം മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കുന്നത് നല്ല കറക്റ്റാക്കി മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ നമ്മൾ ഇത് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ പോസിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് കീ കിട്ടുക AB ആണ്. നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് നോക്കാം കറക്റ്റ് ആണോ എന്ന് കേട്ടോ. ഇവിടെ ഞാൻ AB ആണ് കാൻഡിഡേറ്റ് കീ ആയിട്ട് എടുത്തിട്ടുള്ളത്. അതെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഹയർ നോർമൽ ഫോം ഏതാണെന്ന് ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ ഫസ്റ്റ് നോർമൽ ഫോം ആയിട്ടാണ് എനിക്ക് കിട്ടുന്നത്. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞിരുന്നു ഒരു ടേബിളിൻ്റെ ഹയസ്റ്റ് നോർമൽ ഫോം കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോർമൽ ഫോമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ഫസ്റ്റ് നോർമൽ ഫോം ഓക്കെ ആണെങ്കിൽ സെക്കൻഡ് നോർമൽ ഫോമിലേക്ക് പോവുക. അങ്ങനെ പോകുന്നതായിരിക്കും ബെറ്റർ. സോ ഇവിടെ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നോർമൽ ഫോമിൻ്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണ്. ഫസ്റ്റ് നോർമൽ ഫോമിൻ്റെ കണ്ടീഷൻസ് എന്തായിരുന്നു? മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് പാടില്ല, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് പാടില്ല. ഇവിടെ എൻ്റെ റിലേഷനിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല. സെക്കൻഡ് നോർമൽ ഫോമിൻ്റെ കണ്ടീഷൻ എന്താണ്? അവിടെ പാർഷ്യൽ ഡിപ്പെൻഡൻസി വരാൻ പാടില്ല. പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കാൻഡിഡേറ്റ് കീയുടെ പാർട്ടായിട്ടുള്ള പ്രോപ്പർ സബ്സെറ്റ് ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പാടില്ല. അതാണ് നമ്മൾ പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞത്. സോ ഇവിടെ നമ്മുടെ പ്രൈം ഏതൊക്കെയാണ്? എയും ബിയും. അതായത് നമ്മുടെ കാൻഡിഡേറ്റ് കീ AB ആണ്. സോ A ആൻഡ് B ഇത് രണ്ടുമാണ് ഇതിൻ്റെ പ്രോപ്പർ സബ്സെറ്റ്. അപ്പം നമ്മൾ ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ചെക്ക് ചെയ്യുന്ന സമയത്ത് AB ഡിറ്റർമൈൻസ് C, അവിടെ പ്രോബ്ലം ഇല്ല, കറക്റ്റ് കാൻഡിഡേറ്റ് കീ മൊത്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന സമയത്ത് B ഡിറ്റർമൈൻസ് D. ഈ B എന്ന് പറയുന്നത് ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആണോ? അതെ, AB എന്ന് പറയുന്നതാണ് നമ്മുടെ കാൻഡിഡേറ്റ് കീ. ദെയർഫോർ B ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് AB, ഹെൻസ് B ഈസ് എ പ്രൈം ആട്രിബ്യൂട്ട്. അപ്പോൾ B ഇവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നതോ നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെയാണ്. ദെയർഫോർ BD എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഒരു പാർഷ്യൽ ഡിപ്പെൻഡൻസി ആണ്. അവിടെ തന്നെ സെക്കൻഡ് നോർമൽ ഫോം എന്നുള്ള കണ്ടീഷൻ വയലേറ്റ് ആയി. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റ് നോർമൽ ഫോമിലുള്ള ഈ ടേബിളിനെ ഇനി നമ്മൾ സെക്കൻഡ് നോർമൽ ഫോമിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ സെക്കൻഡ് നോർമൽ ഫോമിലാണെങ്കിൽ എന്താ കണ്ടീഷൻ? പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ ടേബിളിൽ നിന്ന് ഈ BD എന്ന് പറയുന്ന പാർഷ്യൽ ഡിപ്പെൻഡൻസിയെ റിമൂവ് ചെയ്യണം. അതെങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. So how to convert the given relation into second normal form? For a given relation to be in second normal form, it should satisfy 2 conditions. First one is it should be in first normal form. നമ്മുടെ കേസിൽ ആ കണ്ടീഷൻ ഇവിടെ കറക്റ്റ് ആണ്. സെക്കൻഡ് കേസ് there should not be any
പാർഷ്യൽ ഡിപ്പെൻഡൻസി. പക്ഷേ ഇവിടെ ആ കണ്ടീഷൻ വയലേറ്റ് ആയിട്ടുണ്ട്, നമുക്കൊരു പാർഷ്യൽ ഡിപ്പെൻഡൻസി വന്നിട്ടുണ്ട്. സോ നൗ വി നീഡ് ടു റിമൂവ് ദിസ് പാർഷ്യൽ ഡിപ്പെൻഡൻസി ടു ചേഞ്ച് ദി റിലേഷൻ ഇൻ ടു സെക്കൻഡ് നോർമൽ ഫോം. അതെങ്ങനെ മാറ്റാം നമുക്ക്? അതിനാണ് നമ്മൾ ഡീകോമ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. സോ വി നീഡ് ടു ഡീകമ്പോസ് ദി ഗിവൺ റിലേഷൻ, വിച്ച് മീൻസ് നമുക്ക് തന്നിട്ടുള്ള ആർ എന്ന് പറഞ്ഞ ടേബിൾ ഉണ്ടല്ലോ, അതിനെ ഡീകമ്പോസ് ചെയ്യുക, ഡിവൈഡ് ചെയ്തെടുക്കുക, സബ് ടേബിൾ ആക്കി മാറ്റിയെടുക്കുക. അതായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ ഡീകമ്പോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് എപ്പോഴും നിങ്ങൾ ഓർത്തോളുക, നമുക്കുള്ള ഒരു കാൻഡിഡേറ്റ് കീ ഉണ്ടല്ലോ, ആ കാൻഡിഡേറ്റ് കീക്ക് ഒരു സബ് ടേബിൾ എപ്പോഴും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മളിവിടെ എ ബി എന്ന് പറയുന്നതല്ലേ നമ്മുടെ കാൻഡിഡേറ്റ് കീ. അപ്പൊ എ ബി എന്ന് പറഞ്ഞൊരു ടേബിൾ എന്തായാലും ഉണ്ടാക്കുക. ഇനി എ ബി ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് ആ ടേബിളിലെ ആട്രിബ്യൂട്ട് ആക്കി മാറ്റാം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ റിലേഷൻ വരുന്ന സമയത്ത് എ ബി സി ഡി ഇ ആണ്. നമ്മൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി തന്നത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എ ബി ഡിറ്റർമൈൻസ് സി എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എ ബി സി എന്ന് പറയുന്നത് ഒരു ടേബിളാക്കി മാറ്റാം. ഓക്കെ. സെക്കൻഡ് എന്താ ചെയ്യേണ്ടത്? ക്രിയേറ്റ് ടേബിൾ ഫോർ ദി ഗിവൺ പാർഷ്യൽ ഡിപ്പെൻഡൻസീസ്. നമുക്ക് തന്നിട്ടുള്ള പാർഷ്യൽ ഡിപ്പെൻഡൻസീസ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുക. ആ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് തന്നതിൽ ബി ഡിറ്റർമൈൻസ് ഡി ആയിരുന്നു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. അപ്പൊ നമ്മൾ ആ ബിയും ഡിയും ഇവിടെ എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? ഡി ഡിറ്റർമൈൻസ് ഇ എന്നുകൂടി നമുക്ക് തന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിലുണ്ട്. അപ്പൊ നമ്മൾ ആംസ്ട്രോങ്സ് ആക്സിയംസ് പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ആ ആംസ്ട്രോങ് ആക്സിയംസും നമ്മുടെ ഇൻഫറൻസ് റൂളും എടുത്ത് നോക്കുക. അതിലൊരു ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ട്, ഒരു റൂൾ ഉണ്ട്. അതെന്താ പറയുന്നത്? എക്സ് ഡിറ്റർമൈൻസ് വൈ ആൻഡ് വൈ ഡിറ്റർമൈൻസ് ഇസഡ് ആണെങ്കിൽ എക്സ് ഡിറ്റർമൈൻസ് ഇസഡ് എന്ന് എഴുതാം. അപ്പൊ നമുക്ക് അവിടെ ബി ഡിറ്റർമൈൻസ് ഡി ആണ്, ഡി ഡിറ്റർമൈൻസ് ഇ ഉണ്ട്. സോ ബി കൊണ്ട് നമുക്ക് ഇയും ഡിറ്റർമൈൻ ചെയ്യാം. അപ്പൊ ബി ഡി ഇ, ബി ഉണ്ട്, ഡി ഉണ്ട്, ഡി ഉണ്ടെങ്കിൽ ഇയും കിട്ടും. സോ ഈ ബി ഡി ഇ എന്ന് പറയുന്നതിനെ നമ്മൾ വേറൊരു ടേബിളാക്കി മാറ്റി. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ പാർഷ്യൽ ഡിപ്പെൻഡൻസി മാറിയിട്ടുണ്ടാവും. അതെങ്ങനെ മാറി എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഇവിടെ ഇപ്പൊ ഇത് രണ്ടും രണ്ട് ടേബിൾ ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോ എ ബി സി എന്ന് പറയുന്നതിൽ ഈ എ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ കീ. എ ബി ഡിറ്റർമൈൻസ് സി ആണല്ലോ. ഓക്കെ. സെക്കൻഡ് ടേബിളിൽ നമ്മുടെ കീ എന്ന് പറയുന്നത് ബി ആണ്. ബി ഡിറ്റർമൈൻസ് ഡി. അതുപോലെ ഡി ഡിറ്റർമൈൻസ് സി എന്ന് പറയുമ്പോൾ ബി ഡിറ്റർമൈൻസ് ഇയും എഴുതാം. സോ ബി ഡിറ്റർമൈൻസ് ഡി ആൻഡ് ബി ഡിറ്റർമൈൻസ് ഇ. ഇവിടെ പാർഷ്യൽ ഡിപ്പെൻഡൻസീസ് വരുന്നില്ല. ഓക്കെ. കാരണം എ ബി ആണ്, ഇവിടെ ബി എന്ന് പറയുന്നതാണ്, ബിക്ക് വേറെ പ്രോപ്പർ സബ്സെറ്റ് ഇല്ല, അതുകൊണ്ട് അവിടെ പാർഷ്യൽ ഡിപ്പെൻഡൻസി വരത്തില്ല. ഈ ഫോമാറ്റിലായിരിക്കണം നമ്മൾ ഡീകോമ്പോസ് ചെയ്തിട്ട് സെക്കൻഡ് നോർമൽ ഫോമിലേക്ക് മാറ്റേണ്ടത്. ഒന്നുകൂടെ പറഞ്ഞു തരാം. ഫസ്റ്റ് എപ്പോഴും നമ്മുടെ കാൻഡിഡേറ്റ് കീ ഐഡന്റിഫൈ ചെയ്യുക. ആ കാൻഡിഡേറ്റ് കീക്ക് വേണ്ടിയിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ആ കാൻഡിഡേറ്റ് കീക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ടേബിളിൽ കാൻഡിഡേറ്റ് കീ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ കാൻഡിഡേറ്റ് കീക്ക് വെച്ചിട്ടൊരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി തന്നിട്ടുണ്ടെങ്കിൽ ആ ആട്രിബ്യൂട്ട്സിനെയും കൂടി ആഡ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ പാർഷ്യൽ ഡിപ്പെൻഡൻസി എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആട്രിബ്യൂട്ട്സിന് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ആ ഡിപ്പെൻഡൻസീസ് തന്നിട്ടുണ്ടാവുമല്ലോ, അത് വെച്ചിട്ട്. അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പഠിച്ച ഇൻഫറൻസ് റൂൾസും ആംസ്ട്രോങ് ആക്സിയംസും ഒക്കെ അവിടെ അപ്ലൈ ചെയ്യണം. വെറുതെ എല്ലാ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എടുത്ത് മൾട്ടിപ്പിൾ ടേബിൾസ് ഉണ്ടാക്കി പോകരുത്. മാക്സിമം ചെറുതാക്കാനായിട്ട് നോക്കുക. അപ്പൊ നമ്മളിപ്പോൾ എന്ത് ചെയ്തു? ഫസ്റ്റ് നോർമൽ ഫോമിലുള്ള ടേബിളിനെ സെക്കൻഡ് നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി സെക്കൻഡ് നോർമൽ ഫോമിലുള്ള ഒരു ടേബിളിനെ തേർഡ് നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തേർഡ് നോർമൽ ഫോമിൽ എന്തൊക്കെയായിരുന്നു കണ്ടീഷൻസ്? ഫസ്റ്റ് കണ്ടീഷൻ, ദ ടേബിൾ ഷുഡ് ബി ഇൻ സെക്കൻഡ് നോർമൽ ഫോം. സെക്കൻഡ് കണ്ടീഷൻ, there should not be any transitive dependency for non-prime attribute. non-prime attributeന്റെ കേസിൽ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി വരാൻ പാടില്ല. വീണ്ടും ഞാൻ പറയാണ്, നിങ്ങൾക്ക് തേർഡ് NF എന്നാന്ന് ഓർമ്മയില്ലെങ്കിൽ നമ്മൾ മുന്നേ എടുത്ത ലെക്ചറിന്റെ വീഡിയോസ് ഉണ്ടാവും, മെറ്റീരിയൽസ് ഉണ്ടാവും. അത് റെഫർ ചെയ്ത് ക്ലിയർ ആക്കി മനസ്സിലായ ശേഷം മാത്രം ഇതിലേക്ക് പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ. അപ്പൊ ഇനി എങ്ങനെ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാം? നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് NF-ലാണോ എന്ന് നോക്കുക ടേബിള്. സെക്കൻഡ് NF-ലാണെങ്കിൽ സെക്കൻഡ് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി നോൺ പ്രൈം ആട്രിബ്യൂട്ടിന്റെ കേസിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ടേബിളിനെ ഡീകോമ്പോസ് ചെയ്യണം. സോ നമുക്ക് ഇവിടെ നമ്മൾ കണ്ട സെയിം എക്സാമ്പിൾ എടുക്കാം. ഓക്കെ. അതിൽ നമുക്ക് തന്നതായിരുന്നു RABCDE എന്ന് പറഞ്ഞ റിലേഷൻ ആയിരുന്നു. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് R1ABC ആൻഡ് R2BDE എന്ന് സബ് ഡിവൈഡ് ചെയ്ത് എടുത്തായിരുന്നു. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് AB ഡിറ്റർമൈൻസ് C, അത് നമ്മുടെ
കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് സി എന്ന ആട്രിബ്യൂട്ടിനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. ഫംഗ്ഷണൽ ഡിപെൻഡൻസി അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് വൺ ബി ഡി ഇ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ എന്താണ് ബി ഡിറ്റർമൈൻസ് ഡി ആൻഡ് ഡി ഡിറ്റർമൈൻസ് ഇ. അപ്പൊ അവിടെ ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി അവിടുന്ന് റിമൂവ് ചെയ്ത് മാറ്റണം. ഓക്കെ, അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? അഗെയിൻ വി നീഡ് ടു ഡീകോമ്പോസ് ദി ടേബിൾ R2 into സബ് ടേബിൾസ്. ഓക്കെ, സോ R2നെ എങ്ങനെ നമുക്ക് മാറ്റാം? R12 എന്ന് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഏത് നെയിം കൊടുക്കാം കേട്ടോ. R12 BD, അതുപോലെ തന്നെ R22 DE. വീണ്ടും നമ്മൾ അതിനെ ഡീകോമ്പോസ് ചെയ്തു. ഇപ്പൊ എടുക്കുന്ന സമയത്ത് അവിടെ ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി വരുന്നില്ല. അപ്പൊ ഈ ഫോർമാറ്റിൽ വേണം നമ്മൾ എപ്പോഴും ടേബിളിനെ ഡീകോമ്പോസ് ചെയ്തെടുത്ത് ഹയർ നോർമൽ ഫോമിലേക്ക് മാറ്റാനായിട്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ബി ഡി ഇ നമുക്ക് തന്ന ഫംഗ്ഷണൽ ഡിപെൻഡൻസി വെച്ചിട്ട് ബി ഡിറ്റർമൈൻസ് ഡി ആൻഡ് ഡി ഡിറ്റർമൈൻസ് ഇ ആയിരുന്നു. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇവിടെ എന്താ വന്നത്? ബി ഡി വന്നു. ഡി ഇ എന്ന് പറയുന്നത് നോൺ പ്രൈം ആട്രിബ്യൂട്ട് ആണ്. അപ്പോൾ ഇത് തമ്മിൽ ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി വന്നു. അതിനെ എലിമിനേറ്റ് ചെയ്യണം. അതിനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ ഡിപെൻഡൻസികൾക്ക് സെപ്പറേറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫംഗ്ഷണൽ ഡിപെൻഡൻസി വെച്ചിട്ട് ബി ഡി ഡി ഇ ആ രണ്ട് ഡിപെൻഡൻസിക്ക് നമ്മൾ രണ്ട് ടേബിൾ ആക്കി ഡീകോമ്പോസ് ചെയ്തെടുത്തു. ഇപ്പോൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി ഇല്ല, 2NF-ലാണ്, എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. സോ നമ്മുടെ ടേബിളിനെ ഫസ്റ്റ് ഉണ്ടായിരുന്ന ടേബിളിനെ 3NF-ലേക്ക് മാറ്റുകയാണെങ്കിൽ ഈ ഫോമിലായിരിക്കും നമുക്ക് സ്കീമ കിട്ടുക. R1 ABC, R2 BD, R3 DE, ഇങ്ങനെ 3 ടേബിളായിട്ട് നമ്മൾ ഡീകോമ്പോസ് ചെയ്ത് എടുക്കും. ഓക്കെ, അപ്പൊ ഈ ഫോമിൽ വേണം എപ്പോഴും എക്സാമിന് എഴുതുമ്പോഴും നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട്. സോ ഫസ്റ്റ് ബി ക്ലിയർ വിത്ത് ഹൗ ടു ഐഡന്റിഫൈ ദി കാൻഡിഡേറ്റ് കീ. ദെൻ പ്രൈം ആട്രിബ്യൂട്ടും നോൺ പ്രൈം ആട്രിബ്യൂട്ടും തമ്മിൽ ക്ലിയർ ആയിട്ട് ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. ഓരോ നോർമൽ ഫോമിനും വേണ്ട റൂൾസ് എന്താണെന്ന് ക്ലിയർ ആക്കി മനസ്സിലാക്കുക. ഓക്കെ, അതിനുശേഷം മാത്രം ടേബിൾ ഡീകോമ്പോസ് ചെയ്യാനായിട്ട് പോവുക. ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിഫ്ലെക്സിവിറ്റി റൂൾ, ഇൻഫറൻസ് റൂളും അതുപോലെ തന്നെ ആംസ്ട്രോങ് ആക്സിയംസ് ആ കാര്യങ്ങൾ മറക്കരുത്. അതും ക്ലിയർ ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. ഓക്കെ.